ഓൾ വെൽക്കം ബാക്ക്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതിൽ. നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതിൽ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹൗ വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഹൗ വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഹൗ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണ്, എങ്ങനെ എന്നാണ് കേട്ടോ. എങ്ങനെയെന്ന് ചോദിക്കാറില്ല നമ്മൾ. എങ്ങനെയാ നീ പോയത് എന്ന് ചോദിക്കാറില്ല. എങ്ങനെയാ നീ പോയത്, എങ്ങനെയാ നീ വന്നത്, എങ്ങനെയാ നീ അവിടെ എത്തിയത്, എങ്ങനെയാ നീ വണ്ടി ഓടിച്ചത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. ഹൗ ഡിഡ് യു ഗോ ദർ, നീ എങ്ങനെയാണ് അവിടെ പോയത്. ഹൗ ഡിഡ് യു ഗോ ദർ, നീ എങ്ങനെയാണ് അവിടെ പോയത്. ഗോ എന്നുള്ള വേർബ് പോകുക. ഡിഡ് വന്നപ്പോൾ അതെന്താണ്, പാസ്റ്റ് ആയി, എങ്ങനെയാണ് പോയത്. അപ്പോൾ ഡിഡ് വരുമ്പോൾ എന്താണ്, കഴിഞ്ഞു പോയ കാര്യത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഹൗ ഡിഡ് യു റീച്ച് ദർ, അല്ലെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വെബ് റീച്ച് എന്ന് മാത്രം മാറിയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നീ അവിടെ എത്തിയത്. ഹൗ ഡിഡ് യു റീച്ച് ദർ, റീച്ച് എന്ന് വെച്ചാൽ എന്താണ്, എത്തിപ്പെടുക എന്നുള്ളതല്ലേ. അപ്പോൾ നീ എങ്ങനെയാണ് അവിടെ എത്തിയത്. ദെൻ ഹൗ വിൽ യു ഡു, വിൽ എന്താണ്, ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. സോ എന്താണ്, ഡു ചെയ്യുക. ഫ്യൂച്ചറിനെ കാണിക്കുമ്പോൾ നീ എങ്ങനെ അത് ചെയ്യും എന്നാവില്ലേ. ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഭാവിയിൽ നീ എങ്ങനെ അത് ചെയ്യും എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഹൗ വിൽ യു ഡു, ഇനി ഇവിടെ ഡിഡ് ആണ് വന്നെങ്കിൽ എങ്ങനെയാ പറയാ, ഹൗ ഡിഡ് യു ഡു, നീ എങ്ങനെയാ അത് ചെയ്തത് എന്നാവും കേട്ടോ. വില്ല് വന്നോണ്ടോ നീ എങ്ങനെയാ അത് ചെയ്യുക എന്നാവും കേട്ടോ. നെക്സ്റ്റ്, ഹൗ ക്യാൻ ഐ ഡ്രോ ദിസ് പിക്ചർ, എന്താണ് അർത്ഥം. ഹൗ ക്യാൻ ഐ ഡ്രോ, ക്യാൻ എന്ന് വെച്ചാൽ എന്താണ്, കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ക്യാൻ ഐ, എനിക്ക് എങ്ങനെ പറ്റും, എനിക്ക് എങ്ങനെ കഴിയും. ഡ്രോ വരയ്ക്കാൻ. ദിസ് പിക്ചർ, ഈ ചിത്രം, എനിക്ക് ഈ ചിത്രം എങ്ങനെ വരയ്ക്കാൻ കഴിയും. ക്യാൻ എന്താണ്, കഴിയും എന്നാട്ടോ. ഹൗ ക്യാൻ ഐ, എനിക്ക് എങ്ങനെ കഴിയും, എനിക്ക് എങ്ങനെ പറ്റും. നെക്സ്റ്റ്, ഹൗ ക്യാൻ ഐ ഡ്രൈവ് ദിസ് കാർ, എനിക്ക് എങ്ങനെ ഈ കാർ ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഈ കാർ ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്, ഇതെങ്ങനെയാണ്. വാസ് എന്താണ് അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ആയിരുന്നു എന്നല്ലേ. അപ്പോൾ ഹൗ വാസ്, എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു. യുവർ എക്സ്പീരിയൻസ്, നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് ഹൗസ് യുവർ എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. നെക്സ്റ്റ്, ഹൗ വാസ് ഹർ വെഡിങ്, എങ്ങനെയാണ്. വെഡിങ് എന്ന് വെച്ചാൽ എന്താണ്, കല്യാണം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അവളുടെ കല്യാണം. ഹൗ വാസ് ഹർ വെഡിങ് എന്ന് ചോദിക്കാം. ഇനി ഹൗ വാസ് യുവർ എക്സാം, നിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ വാസ് എന്നത് എന്താണ്, ആയിരുന്നു എന്നായിട്ട്. അതും എന്താണ്, കഴിഞ്ഞു പോയ കാര്യത്തെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹൗ വാസ് യുവർ എക്സാം, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്, ഹൗ വാസ് യുവർ വെഡിങ്, ഹൗ വാസ് ദെയർ ഹൗസ് വാമിങ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. അതുപോലെ ഡിഡ് വന്നാൽ പാസ്റ്റിന്, അതായത് കഴിഞ്ഞു പോയ കാര്യം ആണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. ഹൗ ഡിഡ്, എങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നീ അത് ചെയ്തത്. അപ്പോൾ വേർബിനനുസരിച്ചിട്ട് ആ മീനിങ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഹൗ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചോദിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ മെനി എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് കേട്ടോ. ഹൗ മെനി എന്ന് വെച്ചാൽ എന്താണ്, എത്ര എണ്ണം. എത്ര എണ്ണം നമ്മൾ ചോദിക്കാറില്ല. എത്ര എണ്ണം ഉണ്ട് അവിടെ, എത്ര ബുക്സ് ഉണ്ട് നിനക്ക്, എത്ര ആനിമൽസ് ഉണ്ട് അവിടെ, അതുപോലെ എത്ര കളേഴ്സ് ഉണ്ട് നിനക്ക്, എത്ര പെൻസിൽ ഉണ്ട് നിനക്ക്, ഇങ്ങനെയൊക്കെ നമ്മൾ എണ്ണങ്ങളെ സൂചിപ്പിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഹൗ മെനി വെച്ചിട്ട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹൗ മെനി ആനിമൽസ് ആർ ദർ, ഹൗ മെനി ആനിമൽസ് എന്ന് വെച്ചാൽ എന്താണ്, എത്ര ആനിമൽസ് ഉണ്ട്. ആർ ദർ, അവിടെ. ദർ അവിടെ. ഹൗ മെനി ആനിമൽസ് ആർ ദർ. ഓക്കെ, ആനിമൽസ്, കുറേ ആനിമൽസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ ആർ എന്നുള്ള ഓക്സിലറി വെർബ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഹൗ മെനി ആനിമൽസ് ആർ ദർ, അവിടെ എത്ര ആനിമൽസ് ഉണ്ട്. ഈ പ്രസന്റിലുണ്ട് എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ അതുകൊണ്ട് നമ്മളിവിടെ ആർ എന്നുള്ള ഓക്സിലറി വെർബ് കൊണ്ടുവന്നു കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർസ് ക്യാൻ യു സീ. ഹൗ മെനി കാർസ് എന്താണ്, എത്ര കാറുകളുണ്ട്, എത്ര കാറുകൾ ക്യാൻ യു സീ, നിനക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിനക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്യാൻ വെച്ചാൽ എന്താണ്, കഴിയുക എന്നുള്ളതല്ലേ. അപ്പോൾ ഹൗ മെനി കാർസ് ക്യാൻ യു സീ, എത്ര കാറുകൾ നിനക്ക് കാണാൻ കഴിയുന്നുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പീസസ് ഓഫ് കേക്ക്സ് ഡിഡ് യു ഈറ്റ്.
ഡിഡ് യു ഈറ്റ് എന്നാണ് വന്നത് കേട്ടോ. ഹൗ മെനി പീസസ് ഓഫ് കേക്ക്, എത്ര എന്താണ് കേക്കിൻ്റെ എത്ര പീസുകൾ നമുക്ക് നീ കഴിച്ചിട്ടുണ്ട്. ഡിഡ് യു ഈറ്റ് എന്നാട്ടോ. അപ്പോൾ ഡിഡ് യു ഈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നീ കഴിച്ചിട്ടുണ്ട് എന്നാട്ടോ. ഫോർത്ത്, ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ ജനുവരി, ജനുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട്. ഹൗ മെനി ഡേയ്സ് എന്നാട്ടോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ് ഓക്കെ. അപ്പോൾ ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ് എന്ന് വെച്ചാൽ എന്താണ്, നിനക്ക് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഹൗ മെനി എവിടെ നമ്മൾ ഉപയോഗിക്കുക, അതായത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് 1, 2, 3, 4 എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് എണ്ണി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കളെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഹൗ മെനി എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വസ്തുക്കളുണ്ട് അല്ലേ, അതായത് വാട്ടർ, എയർ, ഇങ്ങനെ അതുപോലെ മണി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഹൗ മച്ച് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഹൗ മച്ച് എന്ന് വെച്ചാൽ എന്താണ്, എത്ര എന്നിട്ട്. ഹൗ മെനി നമ്മൾ എത്ര എണ്ണ എന്നാണ് പഠിച്ചത്. ഹൗ മച്ച് എത്ര. എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയാത്ത വസ്തുക്കളെ പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ എത്ര എണ്ണ ഉണ്ട്, എത്ര ക്യാഷ് ഉണ്ട്, എത്ര സാധനം ഉണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഹൗ മച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യുക കേട്ടോ. കൗണ്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ്. അൺകൗണ്ടബിൾ എന്ന് വെച്ചാലോ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഹൗ മച്ച് മണി ഡിഡ് യു സ്പെൻഡ്, എത്ര ക്യാഷ് നീ ചെലവഴിച്ചു എന്നാട്ടോ. ഡിഡ് യു സ്പെൻഡ് എന്ന് വെച്ചാൽ ചെലവഴിച്ചു. ഓക്കെ, ഡിഡ് വന്നുകൊണ്ട് സ്പെൻഡ് എന്നാട്ടോ. SPEND സ്പെൻഡ് മതി കേട്ടോ. അപ്പോൾ ഹൗ മച്ച് മണി ഡിഡ് യു സ്പെൻഡ്, എത്ര പണം നീ ചെലവഴിച്ചു. അപ്പോൾ മണി എന്നുള്ളത് എന്താണ്, ഒരു അൺകൗണ്ടബിൾ നൗൺ ആണെന്നുള്ളത് എല്ലാവരും ഓർത്ത് വെക്കുക കേട്ടോ. രണ്ടാമത്തേത്, ഹൗ മച്ച് മിൽക്ക് ഇസ് ഇൻ ദ ഫ്രിഡ്ജിൽ എത്ര പാലിരിപ്പുണ്ട്, എന്നാണ്. ഇവിടെ നമ്മൾ ഹൗ മെനി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം മിൽക്ക് എന്നുള്ളത് എന്താണ്, നമുക്ക് എണ്ണി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു വസ്തുവാണ്. സോ നമ്മൾ ഹൗ മച്ച് എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, ഹൗ മച്ച് ടൈം ഡു യു നീഡ്, എത്ര സമയം നിനക്ക് ആവശ്യമുണ്ട്. ഹൗ മച്ച് ടൈം ഡു യു നീഡ്, ഇവിടെ ടൈം എന്നുള്ളത് എന്താണ്, അൺകൗണ്ടബിൾ നൗൺ ആണ്. അതായത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് പറ്റാത്തൊരു വസ്തുവാണ്. അപ്പം നമ്മൾ ഹൗ മച്ച് വെച്ചിട്ടാണ് ചോദിക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, ഹൗ മച്ച് ഈസ് ദ ബസ് ഫെയർ ടു കാലിക്കറ്റ്, കാലിക്കറ്റിലേക്ക് എത്രയാണ് ബസ് ചാർജ് എത്രയാണെന്ന് കേട്ടോ. അപ്പം എന്താണ്, ബസ് ചാർജ് എന്ന് വെച്ചാൽ എന്താണ്, പണത്തെയാണ് കാണിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഹൗ മച്ച് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പണത്തെ പറ്റി നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിൽ ഹൗ മച്ച് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, ഹൗ മച്ച് നോയ്സ് ക്യാൻ യു ഹിയർ, എത്ര നോയ്സ് നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നോയ്സ് എന്താണ്, അൺകൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. ഹൗ മച്ച് ഈസ് സാരിക്ക് എത്ര വിലയാണെന്നാണ് ചോദിച്ചേട്ടോ. ഹൗ മച്ച് ഈസ് സാരി എന്ന് മാത്രം ചോദിച്ചാട്ടോ. അപ്പോൾ എന്താണ്, ഇതൊരു വിലയാണ് കാണിക്കുന്നത്, അതായത് ക്യാഷ് ആണ്, മണിയാണ്. സോ നമ്മൾ ഹൗ മച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കടയിൽ ചെന്നിട്ട് ഏതൊരു സാധനത്തിൻ്റെ വില ചോദിക്കാനായിട്ട് നമ്മൾ ഹൗ മച്ച് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്